കാലഘട്ടത്തിലുമുണ്ട്. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരോട് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ പറയട്ടെ, പ്രിയമുള്ളവരെ, യുക്തിപരമായ ശാന്തമായ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ മതവർഗീയ ചിന്തകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ ബുദ്ധിയിൽ തന്നെ ചിന്തിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ സുവിശേഷത്തിന്റെ കാലിക പ്രസക്തിയും അതിൻ്റെതായ സ്വാധീനവും എന്നുള്ളത്. മതത്തിന്റെ പ്രചാരണമാണെന്നും മനുഷ്യനെ വഴിതെറ്റിക്കുന്നതാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമൂഹം നേരിടുന്നത് പോലെ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് സുവിശേഷത്തെ ഇല്ലാതാക്കുവാൻ പലവിധത്തിലുള്ള മത നേതാക്കന്മാരും ലോകോത്തര നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും രാജാക്കന്മാരൊക്കെ ഒട്ടനവധി പേർ തുനിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പക്ഷേ സുവിശേഷത്തെ പരാജയപ്പെടുത്തുവാനോ സുവിശേഷത്തെ ഇല്ലാതാക്കുവാനോ സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുവാനോ അതിനെ നിർമൂലമാക്കുവാനോ ഒരു മനുഷ്യനും കഴിഞ്ഞില്ല എന്നുള്ളത് പച്ചയായ സത്യമാണ്. അത് ചരിത്രമാണ്. അവരൊക്കെ യവനികയിൽ പോയി പറഞ്ഞതല്ലാതെ സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണ്? സുവിശേഷം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഈ സുവിശേഷം ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് ജീവിച്ച് അവന്റെ ജനന ജീവിത മരണ പുനരുത്ഥാനം എന്ന് പറയുന്ന ഉള്ളടക്കത്തിന്റെ യാഥാർത്ഥ്യം, ആ ഉള്ളടക്കമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ആ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ വളരെ ആത്മാഭിമാനത്തോടെ ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയട്ടെ, അത് സാക്ഷാൽ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ആ യേശു ക്രിസ്തുവിലൂടെയുള്ള വിമോചനത്തെ ഈ ദേശത്തോട് വിളിച്ചറിയിക്കുവാൻ ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വന്നിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു വിമോചനം ലഭ്യമല്ല എന്നുള്ള സുവാർത്തയാണ് ഞങ്ങൾക്ക് ഇതിനോട് കൂട്ടി പറയുവാനുള്ളത്. ഏതൊക്കെ വിധത്തിലുള്ള വിമോചനമാണ് ലഭിക്കപ്പെടുന്നത്? ഒരു മനുഷ്യൻ പാപിയായിട്ടാണ് ജീവിക്കുന്നത്. അവൻ പാപത്തിൽ ജനിച്ചു, അവൻ പാപത്തിൽ ജീവിക്കുന്നു. എന്നാൽ അവൻ ചെയ്തു കൂട്ടുന്ന പാപത്തിൽ നിന്നുള്ള വിമോചനം അത് യേശു ക്രിസ്തുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കപ്പെടുക. രണ്ട്, ഇന്ന് നമ്മളെ സമൂഹത്തെ കാർന്നു തിന്നുന്ന, യുവതലമുറകളെ കാർന്നു തിന്നുന്ന, യുവത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതായ മദ്യത്തിന്റെ, മയക്കുമരുന്നിന്റെ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനം സാക്ഷാൽ യേശു ക്രിസ്തുവിൽ നിന്ന് ലഭ്യമാണ്. അടുത്തത് അസമാധാനത്തിൽ നിന്നുള്ള വിമോചനം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നോക്കിയാൽ അനേക കുടുംബജീവിതം അസമാധാനത്തിലൂടെ കടന്നു പോകുക. പുറമെ നോക്കിയാൽ ആഡംബരമായ ജീവിതമുണ്ട്, ഉയർന്ന നിലവാരത്തിലുള്ള സമൂഹത്തിൽ ഉന്നതമായ നിലവാരത്തിൽ കഴിയുന്ന പല കുടുംബങ്ങളുണ്ട്. പക്ഷേ അവരുടെ കുടുംബങ്ങളിൽ സമാധാനം അന്യം നിന്ന് പോയിട്ട് കാലങ്ങളായി എന്ന് ഉള്ള സത്യം യാഥാർത്ഥ്യമാണ്. അടുത്ത ദുർഗുണ സ്വഭാവത്തിൽ നിന്നുള്ള വിമോചനം. ഒരു മനുഷ്യന് സ്വന്തമായി പോലും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത തന്നിലടങ്ങിയിരിക്കുന്ന ദുർഗുണ സ്വഭാവത്തിൽ നിന്നുള്ള വിമോചനം. പ്രിയമുള്ളവരെ, ഇവയിൽ നിന്നെല്ലാം ഒരു വിമോചനം ഒരു മനുഷ്യന് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗമില്ല. അത് സാക്ഷാൽ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ടാണ് പ്രശസ്തരും പ്രമുഖരുമായ തത്വചിന്തകന്മാരും നേതാക്കളും അതുപോലെ മാതൃകയാക്കി പിന്തുടരുന്ന ഒരു യോഗ്യതയുള്ള യാളത്തമാരും സാക്ഷാൽ യേശു ക്രിസ്തു. ഉദാഹരണം പറയാം, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായ ഭാരതത്തിന്റെ വെളിച്ചമെന്ന് വിശേഷിപ്പിക്കുന്ന സ്വാമി വിവേകാനന്ദൻ സാക്ഷാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇപ്രകാരമാണ് താൻ വിളിച്ചു പറഞ്ഞത്. എന്താണ്? യേശു ക്രിസ്തു ഉണ്ടായിരുന്ന നാളിൽ ഞാനും ജീവിച്ചിരുന്നുവെങ്കിൽ ഞാനെന്റെ ചങ്കില് ചോര കൊണ്ട്, അതിന് പിഴിഞ്ഞെടുത്ത രക്തം കൊണ്ട് യേശുക്രിസ്തുവിന്റെ കാൽപാദങ്ങൾ കഴുകുമായിരുന്നു. അടുത്ത ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താം. കേരളത്തിന്റെ മുൻമന്ത്രിയായിരുന്ന യുഎസ് നമ്പൂതിരിപ്പാട് തന്റെ രാഷ്ട്രീയ യാത്രയിൽ താൻ മനസ്സിലാക്കിയ ഒരു സത്യത്തെ ഇപ്രകാരം ഒരിക്കൽ വിളിച്ചു പറഞ്ഞു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യം അത് സത്യമാണോ അത് മിഥ്യയാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഉലകത്തിൽ പിന്തുടരുവാൻ യോഗ്യതയുള്ള ഒരു നേതാവാണ് സാക്ഷാൽ യേശുക്രിസ്തു എന്ന്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയെ കൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നു. സരോജിനി നായിഡു എന്ന് പറഞ്ഞ വ്യക്തി ഗാന്ധിജിയുടെ, രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ മൃതശരീരത്തെ നോക്കി അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, അല്ലയോ ബാപ്പുജി, നിങ്ങളും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേറ്റിരുന്നതെങ്കിൽ ഈ ഭാരതത്തിന്റെ അവസ്ഥ ഒന്ന് മാറി മറിഞ്ഞേനെന്ന്. എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ, അനേകർ പിന്തുടരുന്ന, അനേകർ ജീവിതം നയിക്കുവാൻ വിട്ടുകൊടുത്ത് സമർപ്പിച്ചതായ, രക്ഷയുടെ അനുഭവങ്ങൾ നേടിയെടുത്ത എത്രയോ മഹാരഥന്മാർ പിൻപറ്റിയ മാർഗദർശിനിയായിരുന്നു പ്രിയമുള്ളവരെ സാക്ഷാൽ യേശു ക്രിസ്തു. അതുകൊണ്ടാണ്
നമ്മൾ വീണ്ടും ഈ ശബ്ദശ്രവണിയുടെ സഹായത്തോടെ ദേശത്തോട് വിളിച്ചു പറയുന്നത്, യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു വിമോചനം ഒരുവന്റെ ജീവിതത്തിനകത്ത് ലഭ്യമല്ല. ഇനി വേണമെങ്കിൽ ആനുകാലികമായി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന വാർത്തകളൊന്ന് പറഞ്ഞു നോക്കിക്ക്. ഭയമുളവാക്കുന്ന, ഞെട്ടിക്കുന്ന, അറപ്പുളവാക്കുന്ന, ഭീതി പരത്തുന്ന, എന്തിന് സമാധാനത്തോടെ വീട്ടിൽ കടന്നിറങ്ങുവാൻ പോലും ഭയപ്പെടുത്തുന്ന നിലവാരത്തിലേക്ക് നമ്മുടെ സമൂഹം അതമ്പതിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഉദരത്തിൽ ഉരുവായ കുഞ്ഞിനെ പോലും സ്വന്തം ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും സ്വന്തം സുഖത്തിന് വേണ്ടി, സ്വന്തം നേട്ടത്തിന് വേണ്ടി കൊന്നുതള്ളി വീട്ടുവളപ്പിൽ കൊന്ന് അതിനെ കുഴിച്ചു മൂടുന്ന എത്രയോ മാതാക്കളുടെ വാർത്തകൾ, കഥനകഥകൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ കണ്ടുഞെട്ടി. അപ്പനാരാണെന്നറിയാതെ, അമ്മയാരാണെന്നറിയാതെ, സ്വന്തം രക്തബന്ധം ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാതെ നമ്മുടെ തലമുറകളും മനുഷ്യരും മാറിക്കൊണ്ടിരിക്കുന്നു. പിരികാരിയായ മൃഗം ഓരോ മനുഷ്യനിലും അനുദിനം ഉളവായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ്? മദ്യവും മയക്കുമരുന്നും അതുപോലുള്ള നമ്മുടെ സമൂഹത്തിൽ ലഭിക്കപ്പെടുന്ന അനേക തിന്മ പ്രവർത്തിക്കുന്നതായ, അതിന് ഹൃദയം കൊടുക്കപ്പെടുന്നതായ വിധത്തിലുള്ള സംഭവവികാസങ്ങൾ. തീർന്നില്ല സുഹൃത്ത്, നമ്മുടെ കുട്ടികൾ കടന്നു പോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനം നോക്കിക്കേ. പഠിപ്പിക്കുന്ന അധ്യാപകർ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ച് ജീവിതത്തെ അർത്ഥശൂന്യമാക്കി കളയുന്ന എത്രയോ പെൺകുഞ്ഞുങ്ങളുടെ കഥനകഥകൾ നമ്മൾ ഈ ദിവസങ്ങളിൽ വാർത്തകളിൽ വായിച്ചു. അങ്ങനെ പറഞ്ഞാലും എണ്ണിയാലും തീരാവുന്നതിനും അപ്പുറമായ എത്രയെത്രയോ സംഭവങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടനമാടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ പ്രത്യേകത എന്നുള്ളത് ഇത് എവിടെയാണ് സംഭവിക്കുന്നത് എന്നാണ്. നമ്മളുടെ കൊച്ചു കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന ചരിത്ര താളുകളിലും പ്രകൃതിയാൽ മനോഹരമായ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനമെന്ന് വിശേഷിക്കുന്ന നമ്മളുടെ കൊച്ചു സംസ്ഥാനം കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ കേരളത്തിന്റെ ചരിത്രമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ത്യ മഹാരാജ്യത്ത് 28 സംസ്ഥാനങ്ങൾ അടങ്ങിയ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയരും തോറും നമ്മൾ സമൂഹത്തിൽ എടുത്തു നോക്കിയാൽ ധാർമ്മിക നിലവാരം ദിവസവും താറുമാറാകുന്ന സംഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്ത്, ബിരുദവും ബിരുദാനന്ദ ബിരുദവും നേടിയെടുത്ത വിദ്യാർത്ഥികൾ, യുവതലമുറകൾ ലിംഗഭേദ്യമന്യേ ആണെന്നോ പെണ്ണെന്നോ ഇല്ലാതെ മയക്കുമരുന്നിനും കഞ്ചാവിനും അതുപോലെ ലഹരി പദാർത്ഥത്തിനൊക്കെ അടിമകളായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സമൂഹം, നമ്മുടെ തലമുറകൾ. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് തിരുവനന്തപുരം വെള്ളവരയിൽ സംഭവിച്ച സ്വന്തം അപ്പനെ കഴുത്തറത്ത് കൊന്ന ഒരു മെഡിക്കൽ വിദ്യാർത്ഥി. തീർന്നില്ല സുഹൃത്ത്, വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യൻ നേർവഴിയിലേക്കാകുന്നില്ല. വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യനും മനംതിരിവും ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് കാലഘട്ടം നമ്മളെ ബോധവാന്മാരാക്കുകയാണ്. കാലഘട്ടം നമ്മളെ വിളിച്ചറിയിച്ചിരിക്കുകയാണ്. പിന്നെ എവിടെ നിന്നാണ് മനുഷ്യനിലും മാറ്റമുണ്ടാകുന്നത്? പിന്നെ മനുഷ്യൻ എവിടെയാണ് ഒരു മനംതിരിവുണ്ടാകുന്നത്? പിന്നെ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നത് എവിടെ നിന്നുകൊണ്ടാണ്? നമുക്കറിയാം, മതേതര രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യ മഹാരാജ്യം എല്ലാ മതക്കാർക്കും അവനവന്റെ വിശ്വാസത്തെയും അവനവന്റെ മതത്തെയും ഉയർത്തിക്കാണിക്കുവാനും വിളംബരം ചെയ്യുവാനും ആ വിശ്വാസത്തെ പ്രകടിപ്പിക്കുവാനുമൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. അതുകൊണ്ടല്ലേ സുഹൃത്ത്, നമ്മുടെ സമൂഹത്തിൽ ഇന്ത്യയിലുമൊക്കെ ഒട്ടനവധി അമ്പലങ്ങളും പള്ളികളും മദ്രസകളും ഒക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. അത് ഈ പറയപ്പെടുന്ന പള്ളികളിൽ പുരോഹിതന്മാരുടെ കുറവുണ്ടായിട്ടല്ല. മദ്രസകളിൽ അവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ അവിടെയുള്ള വ്യക്തികളും
മതക്കാരൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. എല്ലാ മതത്തിലും അവനവന്റെ കുഞ്ഞുങ്ങളെ, തലമുറകളെ വഴിതെറ്റാതിരിക്കുവാൻ ഉപദേശവും മാർഗദർശനവുമായി നിൽക്കുന്നതായ അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. പക്ഷേ നമ്മുടെ സമൂഹം എടുത്തു നോക്കിക്കേ, കാലഘട്ടം എടുത്തു നോക്കിക്കേ, പ്രിയമുള്ളവര്, മതവും വിദ്യാഭ്യാസവും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെ നിന്നാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുന്നത്? മനുഷ്യന്റെ ഉള്ളിൽ മനമാറ്റം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? മനുഷ്യന്റെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? രാഷ്ട്രീയത്തിൽ നിന്നാണ്? അല്ലവേ അല്ല. ഇന്നത്തെ രാഷ്ട്രീയം നമുക്കെടുത്തു നോക്കിക്കേ, പരിശോധിച്ചു നോക്കിക്കേ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ആഭ്യന്തരവും എക്സൈസ് വകുപ്പൊക്കെ തികച്ചും പരാജയമാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മളുടെ നിയമസഭയിൽ പ്രതിപക്ഷം ഉയർത്തിക്കാണിച്ചു. എന്ന് പറഞ്ഞാൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥത്തിന്റെയും ഒക്കെ കുത്തൊഴുക്കാണ് നമ്മളുടെ സംസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ തലമുറകളെയും നശിച്ചുകൊണ്ടിരിക്കുന്ന യുവത്വങ്ങളെയും ഒക്കെ സംരക്ഷിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികളും നിയമഭേദങ്ങളും നിയമപാലകരൊക്കെ വെറും നോക്കുകുത്തിയായി മാറ്റപ്പെടുകയാണ്. പിന്നെ എവിടെയാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരവസ്ഥ? അല്ലെങ്കിൽ പിന്നെ എവിടെയാണ് മനുഷ്യന്റെ ഉള്ളിൽ ഒരു മനപരിവർത്തനം ഉണ്ടാകുവാൻ സാധ്യമാകുന്നത്? എവിടെ നിന്നാണ്? അവിടെയാണ് സുവിശേഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. സുവിശേഷം എന്ന് പറയുന്നത്, ഉപരിയായി പറഞ്ഞു സുഹൃത്ത്, ഇതൊരു മതപ്രസംഗമല്ല. സുവിശേഷം എന്ന് പറയുന്നത് നാശത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയണമെന്നാണ്. സുവിശേഷം ആവശ്യപ്പെടുന്നത് കൊല ചെയ്യുവാനല്ല. സുവിശേഷം ആവശ്യപ്പെടുന്നത് കലാപത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനല്ല. സുവിശേഷം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുവാനല്ല ആഹ്വാനം ചെയ്യുന്നത്. സുവിശേഷം എന്ന് പറയുന്നത് നീ അടിമയായിരിക്കുന്ന പാപത്തിൽ നിന്നും, ആ ദാസത്വത്തിൽ നിന്ന്, നിന്നെ അടിമയാക്കിക്കൊണ്ടിരിക്കുന്ന ലഹരി പദാർത്ഥ ഉപയോഗത്തിൽ നിന്ന് അതിനെല്ലാം വിട്ടുമാറി ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നും നിന്റെ ജീവിതത്തിന് ഒരു മാനസാന്തരം ഉണ്ടാകണമെന്നാണ് സുവിശേഷം ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം സുവിശേഷം പറഞ്ഞ ഒരു കുടുംബസ്ഥരായ 2 വ്യക്തിത്വങ്ങളെ സുഹൃത്തെ ജയിലിൽ അടച്ചു. അവരെ മതമല്ല അവിടെ ഉയർത്തിയത്. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നശിച്ചു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നും ദൈവത്തിലേക്ക് അടുക്കണമെന്നും ഒക്കെയാ പറഞ്ഞ്. അല്ലാതെ അവിടെ മതപ്രസംഗം നടത്തിയിട്ടല്ല ജയിൽ ഇരുമ്പ് അഴിക്കുള്ളിൽ അടച്ചത്. മിത്രരെ, വീണ്ടും പറയട്ടെ, സുവിശേഷം എന്ന് പറയുന്നത് മാനസാന്തരത്തിന്റെ, സ്നേഹത്തിന്റെ സന്ദേശം എന്ന് ആണ് പറയുന്നത്. അതുകൊണ്ട് സുവിശേഷത്തിന്റെ ഉള്ളടക്കമായ യേശുക്രിസ്തുവിലേക്ക് തിരിയുവാൻ ഞങ്ങൾ ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ എന്തിനാണ് വന്നത്? മിത്രരെ, മനുഷ്യന്റെ പാപമോചനത്തിന് വേണ്ടി, മനുഷ്യന്റെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി. മനുഷ്യൻ ഇന്ന് നമുക്കറിയാം കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടുന്നു, ആത്മഹത്യകൾ ചെയ്തു കൂട്ടുന്നു. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തിന്, അവന്റെ ശരീരത്തിന്, അവന്റെ പ്രാണനൊരു വില യേശുക്രിസ്തു നൽകി തന്നിട്ടുണ്ട്. അത് അധർമ്മത്തിന് വിട്ടുകൊടുക്കുവാനുള്ളതല്ല, മദ്യത്തിനും മയക്കുമരുന്നിനും വിട്ടുകൊടുക്കുവാനുള്ള ശരീരമല്ല നിന്റെയും എന്റെയും ഒക്കെ. അത് പാപത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ളതല്ല, അശുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ളതല്ല. നിങ്ങളുടെയും എന്റെയും ശരീരത്തിനും ജീവനും പ്രാണനുമൊക്കെ ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീന്റെ പച്ചവെള്ളിയിൽ ക്രൂശിൽ കാണിച്ചത് മിത്രമേ, അത് ക്രിസ്ത്യാനികൾക്കോ ഏതെങ്കിലും സംഘടനകൾക്കോ ഏതെങ്കിലും വ്യക്തിത്വങ്ങൾക്കോ ഏതെങ്കിലും മതത്തിന് വേണ്ടി മാത്രമല്ല, മാനവരാശിയുടെ സകല മനുഷ്യരുടെ പാപത്തിന്റെയും പ്രാണന്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നെന്നുള്ള സത്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. അതുകൊണ്ട് സ്വന്തം ശരീരത്തെ നശിപ്പിച്ചു കളയുവാനോ ഏതെങ്കിലും കയറിൻ കഷ്ണത്തിനകത്തോ വിഷക്കുപ്പിക്കകത്തോ ജലം തങ്ങി നിൽക്കുന്ന തടാകത്തിനകത്തൊക്കെയോ തീർത്ത് കളയാനുള്ളതല്ല മിത്രമേ നിങ്ങളുടെയൊക്കെ ശരീരവും ജീവനും പ്രാണന്റെയും ഒക്കെ. അതിന്റെ വില അത് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് മിത്രമേ, യേശുക്രിസ്തുവിന്റെ സ്നേഹ സന്ദേശത്തെ ഞങ്ങൾ ഇവിടെ ആഹ്വാനം ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിലൂടെയുള്ള സൗജന്യ രക്ഷ അത് നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് ഈ സന്ദേശത്തിലൂടെ കൈമാറുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും പാപത്തിന്റെ ഭാരം ചുമന്ന്, പാപത്തിന്റെ വിഴുപ്പുവാന്തം ചുമന്ന്
ഇന്നലകളിൽ സേവിച്ചതും ഭരിച്ചതും നമിച്ചതുമായ സകലവിധ ശക്തികളാലും ദൈവങ്ങളാലും മധ്യസ്ഥരാലും കൈവിട്ടുകൊണ്ട് ജീവിതം തകർന്നുപോയി, തീർന്നുപോയി, ഇനിയൊരു ഉയർച്ചയില്ല, എന്റെ ഈ പാപഭാരത്ത്, എന്റെ ഈ പാപജീവിതത്തെ ആര് രക്ഷിക്കുമെന്നുള്ള ചിന്തകളാൽ ആരെങ്കിലും ഈ സമൂഹത്തിൽ, ഈ ദേശത്ത് ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മാന്യമിത്രമേ പറയട്ടെ, യേശുക്രിസ്തു കാൽവരിയിൽ ഒഴുക്കിയിരിക്കുന്ന ആ യാഗത്തിലൂടെ, ആ രക്തത്തിലൂടെ നിങ്ങൾക്കൊരു പാപവിമോചനമുണ്ട്. ഞങ്ങൾ ഉയർത്തുന്ന സന്ദേശയാത്രയിൽ മിത്രമേ സൗജന്യ രക്ഷയാണ് ഇവിടെ ഉയർത്തി കാണിക്കുന്നത്. ഇന്ന് നമുക്ക് സമൂഹത്തെ എടുത്തു നോക്കിക്കേ, അവനവന്റെ രക്ഷയ്ക്കും അനുഗ്രഹത്തിനും കുടുംബത്തിനും ഉയർച്ചയ്ക്കൊക്കെ നരഹത്യ ബലികൾ ചെയ്തു കൂട്ടുന്ന സമൂഹത്തിലാ നാം ജീവിക്കുന്നത്. എന്നാൽ ഞങ്ങൾ ഇവിടെ ഒരു നരഹത്യ ബലികളും ഇവിടെ വാഗ്ദാനം ചെയ്യുന്നില്ല. ഞങ്ങൾ നിങ്ങളുടെ പണം ആവശ്യപ്പെടുന്നില്ല, ഞങ്ങൾ നിങ്ങളുടെ പദവികൾ ആവശ്യപ്പെടുന്നില്ല, നിങ്ങളുടെ ഒരു നന്മകളും സാമ്പത്തികമോ യാതൊന്നും ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുന്നില്ല. മിത്രമേ, ഞങ്ങൾ ഇവിടെ ഉയർത്തി കാണിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്ഷ എന്ന് പറയുന്ന ആ രക്ഷ സൗജന്യമാണ്. മിത്രമേ, ആ രക്ഷ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് മാന്യമിത്രമേ മുഖവരയിൽ പറഞ്ഞു, സകല മനുഷ്യരെയും സ്നേഹിച്ചു, സകല മനുഷ്യരുടെയും പാപത്തിന് വേണ്ടി യേശുക്രിസ്തു ഭൂമിയിൽ താണവനായി ഇഹലോകത്തിൽ കടന്നു വന്നു. അതെ മിത്രമേ, എന്റെ പാപം, എന്റെ രോഗം, എന്റെ ദുഃഖം, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ആസക്തിയിൽ നിന്നുള്ള വിടുതൽ, ഇതിൽ നിന്നൊക്കെ ഞാൻ എങ്ങനെ മോചനം പ്രാപിക്കും, എങ്ങനെ രക്ഷ പ്രാപിക്കുമെന്നുള്ള സംശയത്താലും ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തിത്വങ്ങളെ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ മാന്യമിത്രമേ സ്നേഹത്തോടെ പറയട്ടെ, ഞങ്ങളെ രക്ഷിച്ച യേശുക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. അത് ഒരു കാലത്ത് അപ്പനും അമ്മയ്ക്കും തീരാ തലവേദനയായിരുന്നു ഞങ്ങൾ. സമൂഹത്തിന് നന്മയ്ക്ക് പകരം ചിന്ത ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളെ നല്ല മാതാപിതാക്കളാക്കി മാറ്റിയത്, നല്ല സഹോദരങ്ങളാക്കി മാറ്റിയത്, നല്ല സ്നേഹിതരാക്കി മാറ്റിയത് മിത്രമേ, ഞങ്ങൾ ഒരിക്കൽ വിളിച്ച് ആത്മാഭിമാനത്തോട് കൊണ്ടു നടന്നതായ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികളല്ല, ഒരു രാഷ്ട്രീയ പാർട്ടികളല്ല ഞങ്ങളെ രക്ഷിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ പാപമോചനം നൽകി തന്നത്, നല്ല മനുഷ്യരാക്കി മാറ്റിയത് ഞങ്ങൾ ഉയർത്തി കാണിച്ച രാഷ്ട്രീയ പാർട്ടികളല്ല. ആത്മാഭിമാനത്തോട്, വലിയ ധൈര്യത്തോടെ, ചാങ്കത്യത്തോടെ മറ്റ് പലരുടെയും മുമ്പിൽ നെഞ്ചുവിരിച്ച് ഉയർത്തി കാണിച്ച പാരമ്പര്യമല്ല ഞങ്ങളെ രക്ഷിച്ചത്. ഏതെങ്കിലും ഞങ്ങൾ വായിച്ചറിഞ്ഞ, ഞങ്ങൾ തിരിച്ചറിഞ്ഞ ചരിത്ര താളുകളിൽ നിന്ന് ലഭിക്കപ്പെട്ട അറിവുകളല്ല ഞങ്ങളെ മനം മാറ്റിയത്. പിന്നെ ആരാണ് മാറ്റിയത്? യേശുക്രിസ്തുവിൽ നിന്നുള്ള സൗജന്യ രക്ഷ, യേശുക്രിസ്തുവിൽ നിന്നുള്ള പാപ വിമോചനം, യേശുക്രിസ്തുവിൽ നിന്നുള്ള സ്നേഹം, അനന്തമായ സ്നേഹമാണ് ഞങ്ങളെ മാറ്റിമറിച്ചത്. അതേ മിത്രമേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ തള്ളിക്കളയാം, വേണമെങ്കിൽ ഇതിനെ ഭുജിച്ചതല്ല, അതിനൊക്കെയുള്ള പൂർണ്ണ വ്യക്തിപരമായ സ്വാതന്ത്ര്യമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള സത്യം സത്യമല്ലാതാകുന്നില്ല, ഇതിനകത്തുനിന്നുള്ള യാഥാർത്ഥ്യം അല്ലാതാകുന്നില്ല. സുഹൃത്തേ, ഞങ്ങൾക്ക് തലയ്ക്കോളം ഉണ്ടായിട്ടല്ല ഈ നട്ടുച്ച വെയിലത്ത് ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുവാൻ കടന്നു വന്നത്. ഏതെങ്കിലും പണിയില്ലാഞ്ഞിട്ടല്ല. ഇതിന്റെ യാഥാർത്ഥ്യത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞപ്പോ ഞങ്ങൾക്ക് ലഭിച്ചതായ ഈ രക്ഷയുടെ അനുഭവത്തെ നിങ്ങളുമെന്ന് അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ ദേശത്ത് കടന്നു വന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്രകാരം ചിന്ത കടന്നു വരാം, നല്ല ആരോഗ്യമുണ്ടല്ലോ, നല്ല ബലമുണ്ടല്ലോ, വല്ല പണിയെടുത്ത് ജീവിച്ചവരാണ്, അതേ മിത്രമേ എല്ലാ സൗകര്യങ്ങളുമുണ്ട്, ജോലികളുണ്ട്, ഇതൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, നല്ല അഭിമാനത്തോടെ പറയുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനെയൊക്കെ അല്പനിമിഷം ഞങ്ങളൊന്ന് മാറ്റിവെച്ച് ഈ നട്ടുച്ചയ്ക്ക് കാലാവസ്ഥയെ ഞങ്ങൾ അവഗണിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഈ രക്ഷയുടെ സന്ദേശത്തെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു നിർബന്ധം ഞങ്ങളുടെ മേൽ കിടക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ദേശത്തേക്ക് കടന്നു വന്നത്. അതേ സുഹൃത്ത്, മരണത്തിന് അപ്പുറമായ ഒരു ജീവിതമുണ്ട് കേട്ടോ. അതാണ് നിത്യരക്ഷ, അതാണ് യേശുക്രിസ്തു കാൽവരിയിൽ ഒരുക്കിയിരിക്കുന്നത്. അതെ, ഈ സന്ദേശം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകാം, നാൽക്കവലകളിലും തെരുവീതികളിലും ഒക്കെ ഇതുപോലുള്ള പ്രസംഗമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. പക്ഷേ ഒരു കാലത്ത് അവഗണിച്ചു എങ്കിൽ മിത്രമായി പറയട്ടെ, മരണത്തിന് ശേഷം രക്ഷപ്പെടുമെന്നുള്ളതോ മരണത്തിന് ശേഷം എവിടെയെങ്കിലും എത്തിച്ചേരുമെന്നൊക്കെയുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ ചിന്തകളോ ആഗ്രഹങ്ങളോ ഉണ്ടെങ്കിൽ മാന്യമിത്രമേ സത്യത്തെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നത്, അവനവൻ ജീവിക്കുമ്പോൾ അവനവൻ ചെയ്യുന്നത് ശരീരത്തിൽ ഇരിക്കുന്നത് നല്ലതാകലും തീയതാകലും ക്രിസ്തയേശുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണമെന്ന്
എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള പ്രാർത്ഥനകൾ കൊണ്ടോ മരണത്തിന് ശേഷമുള്ള കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ബന്ധുമിത്രാദികളുടെ പ്രാർത്ഥനകൾ കൊണ്ടോ ആരും ഒന്നും എത്തിക്കുന്നില്ല മിത്രമേ. സത്യത്തെ തിരിച്ചറിയൂ, മാനസാന്തരപ്പെടൂ, യേശുക്രിസ്തുവിലേക്ക് തിരിയൂ. അത് സൗജന്യ രക്ഷ, പാപവിമോചനം സൗജന്യമായി ലഭിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലൂടെയുള്ള വിമോചനത്തെ നിങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ ഒരു ഹൃദയമുണ്ട്. ഈ നട്ടുച്ച നേരത്ത്, ഈ വെയിലത്ത് ഈ ചെറുപ്പക്കാർ ഈ ദേശത്ത് ഇങ്ങനെ കടന്നു വന്ന് കോടകാരെ പ്രസംഗിക്കുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ യേശു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലകളിൽ ഞാൻ ചുമന്നുകൊണ്ട് നടന്ന പാപത്തിന്റെ വിഴുപ്പ് പാണ്ടത്തെ അഴിച്ചു വെക്കുവാൻ പല മാർഗങ്ങളും കുറുക്കു വഴികളും പോംവഴികളും ഞാൻ നോക്കി, പക്ഷെ സാധ്യമായില്ല. എന്നാൽ ഈ ചെറുപ്പക്കാർ വിളിച്ചു പറയുന്നതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ യേശുവെ, ഞാൻ എന്റെ ജീവിതം അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ, ഏറ്റുപറയുവാൻ ഒരു ആദരവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിമറിക്കുന്ന യേശു ക്രിസ്തുവിനെ ഞങ്ങളിവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ഉയർത്തി നൽകി തരികയാണ്. ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്ന ഞങ്ങളുടെ സന്ദേശയാത്ര ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളൂ. മിത്രമേ, ആരെങ്കിലും ഒരു പ്രാർത്ഥന ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. തലമുറകളുടെ ജീവിതം നശിച്ച് അത് കണ്ടുകൊണ്ട് വിങ്ങിപ്പൊട്ടുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, ഭർത്താവിന്റെ മദ്യപാനം മൂലം കുടുംബജീവിതം സമാധാനം സ്വസ്ഥത ധാരാളമായി ജീവിതം അവസാനിപ്പിക്കുവാൻ ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, മിത്രമേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പക്ഷത്തേക്ക് അടുക്കലേക്ക് കടന്നു വരാം. ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യം അനുവദീയമല്ലെങ്കിലും നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിൽ അത് വിശ്വസിക്കുവാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ, പിന്നെ നഗരങ്ങളും ഇന്ന ഇടങ്ങളിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ശാന്തി ലഭിക്കൂ, പാപമോചനം ലഭിക്കൂ എന്നുള്ളതൊന്നുമല്ല. കരയുന്നവൻ അവൻ പണിയെടുക്കുന്ന പറമ്പിലാകട്ടെ, വിശ്രമിക്കുന്ന പുരയ്ക്കകമാകട്ടെ, ജോലി ചെയ്യുന്ന ഏത് മേഖലയാകട്ടെ, കരയുമ്പോൾ ഇറങ്ങി വന്ന് സാന്ത്വനിപ്പിക്കുന്ന, ഹൃദയത്തിൽ ആശ്വാസം പകർന്നു നൽകുന്ന, ഹൃദയത്തിന്റെ ഭാരത്തെ എടുത്തു മാറ്റുന്ന, പാപം ഏറ്റു പറയുമ്പോൾ, ഹൃദയം വിശ്വസിക്കുമ്പോൾ പാപമോചനത്തെ നൽകിത്തരുന്ന യേശു ക്രിസ്തുവിനെ വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഞങ്ങൾ ഇതിലാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദേശത്തെ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പാപജീവിതത്തിനകത്ത് പെട്ടുപോയി കിടക്കുന്നതായ ഏതെങ്കിലും വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ ശബ്ദസേമിക്കുള്ളിൽ ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദത്തെ കേൾക്കുന്നുണ്ടെങ്കിൽ, രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കുടുംബജീവിതം പകർന്നു കിടക്കുന്ന ആരെങ്കിലും ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ ഉണ്ടെങ്കിൽ, മക്കളെ കുറിച്ച് വിലപിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, അങ്ങനെ പലവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങൾ ഈ അറിയിച്ച വചനത്തിന്റെ ശക്തി അവരിൽ രൂപാന്തരം ഉണ്ടാക്കണം, അവരിൽ മാറ്റം ഉണ്ടാക്കണം, അവരിൽ വിടുതലുകൾ നൽകി കൊടുക്കണം, അവരിൽ ആശ്വാസം പകർന്നു കൊടുക്കുമാറാകണം. മരണത്തിനും അപ്പുറമായ നിത്യജീവനെ കൈവശമാക്കുവാൻ യേശുക്രിസ്തു കാൽവരിയിൽ ഒരുക്കിയെടുത്ത നിത്യജീവനെ, ആ രക്ഷയെ പല വ്യക്തിജീവിതങ്ങൾക്ക് അനുഭവിക്കാൻ ദൈവം സഹായിക്കുമാറാകണം. ഞങ്ങൾ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃഷിഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സ്ഥാപനങ്ങൾ, കച്ചവട സ്ഥാപനങ്ങൾ, ജോലി മേഖലകൾ, തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ വചനങ്ങളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ.